ലോകം ഒരു നാടകവേദിയാണ്, നമ്മളെല്ലാം അതിലെ നടീനടന്മാർ മാത്രമെന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. ഇന്ന് ലോക നാടക ദിനം. ഒരർത്ഥത്തിൽ ആധുനിക മലയാളി സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തിയതിൽ നാടകത്തോളം സ്വാധീനിച്ച മറ്റൊരു കലാരൂപമില്ല. സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയായിരുന്നു ഒരു കാലത്ത് നാടകങ്ങൾ. മനുഷ്യന്റെ സാമൂഹിക വളർച്ചയെ, നാടിന്റെ മുന്നോട്ടു പോക്കിനെ അടയാളപ്പെടുത്തുമ്പോൾ നാടകങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടന്ന മലയാളിയെ സാമൂഹിക മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ നാടക പ്രസ്ഥാനം വഹിച്ച പങ്ക് എത്ര വലുതാണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എം.ആർ. ഭട്ടതിരിപ്പാടിന്റെ മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നീ നാടകങ്ങൾ അക്കാലത്ത് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. കെ.ടി. മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് മുസ്ലിം യാഥാസ്ഥിതികത്വത്തിനെതിരായ കലാകലാപമായിരുന്നു. ഏതൊരു സമൂഹത്തിന്റെയും അസമത്വത്തിന്റെ പ്രധാന കാരണം സാമ്പത്തിക അസമത്വമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് കെ. ദാമോദരന്റെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി പിറവിയെടുക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളെ അണിനിരത്തുവാനും നാടകങ്ങൾക്ക് സാധിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയുമ്പോൾ നാടകങ്ങളെ വിസ്മരിക്കാനാവില്ല. തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കേരളത്തിൽ ഉടനീളം കളിച്ചു. ആൾക്കൂട്ടങ്ങളിൽ, അമ്പലപ്പറമ്പുകളിൽ, കവലകളിലെല്ലാം ജനങ്ങൾ ബലികൂടീരങ്ങളെ ഏറ്റുചൊല്ലി. കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് കേരളത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാൻ ആ ഒറ്റ നാടകം വഹിച്ച പങ്ക് ചെറുതല്ല. കല സ്വയം രാഷ്ട്രീയ പ്രവർത്തനമായ കാലം. പ്രൊഫഷണൽ നാടകങ്ങൾ കേരളത്തിന്റെ നാട്ടുത്സവങ്ങളെ എത്ര കാലം അടയാളപ്പെടുത്തി. നാടകവേദിയിൽ നാടകകാരന്മാർ കൊല്ലപ്പെട്ടിട്ട് പോലുമുണ്ട് ഇന്ത്യയിൽ. തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഹല്ലാബോൾ തെരുവുനാടകം അവതരിപ്പിക്കുകയായിരുന്നു ജനനാട്യമഞ്ച് കലാകാരന്മാർ. അതിന്റെ ഇടയിലേക്ക് ഇരച്ചുകയറിയ അക്രമിക്കൂട്ടം സഫ്ദർ ഹഷ്മിയെ കൊലപ്പെടുത്തി. അങ്ങനെ സഫ്ദർ ഹഷ്മി നാടകവേദിയിൽ അമരനായി. പക്ഷെ നാടകത്തിന്റെ അഗ്നി വീണ്ടും ആളിയതേയുള്ളൂ. നാടക മേഖല മാറി, സങ്കേതങ്ങൾ മാറി, അവതരണവും ഏറെ രൂപാന്തരപ്പെട്ടു. പ്രൊഫഷണൽ മേഖല ഒട്ടുക്ഷയിച്ചു. അമേച്ചർ നാടകവും ക്യാമ്പസ് തിയേറ്ററുമെല്ലാം കാണാൻ കാണികൾ കൂടുന്നതേയുള്ളൂ. കേരളത്തിന്റെ അന്താരാഷ്ട്ര നാടകമേള ലോകമെമ്പാടുമുള്ള നാടക പ്രവർത്തകരുടെ തീർത്ഥാടന കേന്ദ്രമായി. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മനസ്സിലാക്കി നാടകങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. നാടകാചാര്യൻ എൻ പിള്ള പറഞ്ഞതുപോലെ, പിന്നിൽ ഒരു മറ, നിൽക്കാൻ ഒരു തറ, മുന്നിൽ കാണികളും. പിന്നെ ഉള്ളിൽ നാടകവും ഉള്ളിടത്തോളം നാടകം ഇവിടെ തുടരും. നാടിന്റെ അകമാകുന്നു നാടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.